നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ റഹീമ. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം വയനാട് ഹൃദയഭേദകം. മരണം 100 കവിയുമെന്ന് റിപ്പോർട്ട്. പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു. മേപ്പാടിക്കടുത്തുള്ള ചൂരൽമലയിലും മുണ്ടക്കയിലുമാണ് ഉരുൾപൊട്ടലുകൾ ഉണ്ടായത്. ചൂരൽമലയിൽ നിരവധി വീടുകൾ തകരുകയും ഒലിച്ചു പോകുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ ദുരന്ത മേഖലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. പരിക്കേറ്റ 100ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് മുണ്ടക്കയിലേക്കുള്ള പാലം തകർന്നതിനാൽ മണിക്കൂറുകൾ വൈകിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ അപകട സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചത്. അവിടെയുണ്ടായ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ ചിത്രം ഇനിയും പുറം ലോകത്ത് എത്തിയിട്ടില്ല. കൊടും കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നയാളെ ദുബായ് പോലീസിന്റെ സഹായത്തോടെ നെതർലാൻഡ് അധികൃതർക്ക് കൈമാറി. ഫൈസൽ ടാഗി എന്ന കുറ്റവാളിയെയാണ് കൈമാറിയതെന്ന് ദുബായ് പോലീസ് വൃത്തങ്ങൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഡച്ച് പൗരനായ ഇയാൾ മരണത്തിന്റെ മാലാകമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിമിനൽ സംഘത്തിന്റെ ഭാഗമായിരുന്നു. മയക്കുമരുന്ന് കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ, മനുഷ്യക്കടത്ത് എന്നിവയടക്കം നിരവധി കുറ്റകൃത്യങ്ങളുടെ ഭാഗമായതിനെ തുടർന്ന് ഫൈസലിനെതിരെ അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് നിലവിലുണ്ടായിരുന്നു. കുറ്റവാളിയെ കൈമാറുന്നതിൽ UAE-യുടെ സഹകരണത്തെയും ദുബായ് പോലീസിന്റെ ഇടപെടലിനെയും ഡച്ച് പ്രധാനമന്ത്രി ഡിഷ് ഷൂഫ് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഫൈസലിന്റെ പിതാവ് റിദോവാൻ ടാഗി 2019 ദുബായിൽ അറസ്റ്റിലായിരുന്നു. ഈ സമയത്ത് അയാൾ ക്രിമിനൽ സംഘത്തിന്റെ നേതാവായിരുന്നു. 2016 മുതൽ ആഡംബര വില്ലയിൽ താമസിച്ചു വന്ന ഇയാൾ വ്യാജ ഐഡന്റിറ്റി ഉപയോഗിച്ചാണ് UAE-യിൽ പ്രവേശിച്ചിരുന്നത്. സീസൺ സമയത്തെ അനിയന്ത്രിത വിമാനയാത്രാക്കൂലി വർധനവിന് പരിഹാരം തേടി വിവിധ പ്രവാസി സംഘടനകൾ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഡയസ്പോറ സമ്മിറ്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി സംഘാടകർ അബുദാബിയിൽ അറിയിച്ചു. അബുദാബി KMCC-യുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 8-ന് ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഹാളിലാണ് വിവിധ പ്രവാസി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഡയസ്പോറ സമ്മിറ്റ് ഇൻ ഡൽഹി എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നത്. വിമാനയാത്രാക്കൂലിയുമായി ബന്ധപ്പെട്ട സെഷനിൽ മുൻ കോൺഗ്രസ് ജനറൽ വേണു രാജമാണിയും പ്രവാസി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട സെഷനിൽ മുൻ ഇലക്ഷൻ കമ്മീഷൻ SY ഖുറേഷിയും പങ്കെടുക്കും. വൈകുന്നേരം 7 നടക്കുന്ന മുഖ്യ സെഷനിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ, രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖർ സംബന്ധിക്കും. പ്രതിനിധികളുടെ റിപ്പോർട്ടിംഗ് വൈകുന്നേരം 3:30-ന് ആരംഭിക്കും. 2 സെഷനുകളിലായാണ് പരിപാടി നടക്കുക. സമ്മിറ്റിന്റെ ഭാഗമായി വിവിധ പ്രവാസി സംഘടനകൾ ചേർന്ന് തയ്യാറാക്കിയ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അടങ്ങിയ മാർഗരേഖ ജനപ്രതിനിധികൾക്ക് സമർപ്പിക്കും. വാട്സാപ്പ് ഇന്ത്യയിൽ സേവനം അവസാനിപ്പിക്കുമോ എന്ന ആശങ്കയ്ക്ക് മറുപടി നൽകി കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ്. വാട്സാപ്പ് സേവനങ്ങൾ അവസാനിപ്പിക്കാൻ പദ്ധതിയുള്ളതായി വാട്സാപ്പിന്റെ മാതൃസ്ഥാപനമായ മെറ്റ സർക്കാരിനെ അറിയിച്ചിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. കോൺഗ്രസ് MP PO തൻഖയാണ് ഇതുമായി ബന്ധപ്പെട്ട രാജ്യസഭയിൽ ചോദ്യം ഉന്നയിച്ചത്. 2000-ലെ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് സെഷൻ 69A പ്രകാരം സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഉപഭോക്തൃ വിവരങ്ങൾ പങ്കുവെക്കുമെന്നുള്ള ആവശ്യങ്ങളെ തുടർന്ന് വാട്സാപ്പ് ഇന്ത്യയിൽ സേവനം അവസാനിപ്പിക്കാൻ പദ്ധതിയുണ്ടോ എന്നായിരുന്നു തൻഖയുടെ ചോദ്യം. ഇന്ത്യയുടെ പരമാധികാരം, അഖണ്ഡത, പ്രതിരോധം, സുരക്ഷ, വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദം, പൊതുക്രമം എന്നീ താൽപര്യങ്ങൾ അടിസ്ഥാനമാക്കിയും കമ്പ്യൂട്ടർ റിസോഴ്സിലെ വിവരങ്ങൾ അടിസ്ഥാനമാക്കി മുകളിൽ പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും വേണ്ടിയാണ് സർക്കാർ ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ചാറ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന end-to-end എൻക്രിപ്ഷൻ സംവിധാനത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിച്ചാൽ ഇന്ത്യയിലെ പ്രവർത്തനം
പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് വാട്സാപ്പ് നേരത്തെ ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. സന്ദേശം അയക്കുന്നവർക്കും സ്വീകരിക്കുന്ന ആൾക്കും മാത്രമേ അതിലെ ഉള്ളടക്കം കാണാൻ കഴിയൂവെന്ന് ഉറപ്പുവരുത്തുന്ന സാങ്കേതിക വിദ്യയാണ് end-to-end എൻക്രിപ്ഷൻ. എന്നാൽ രാജ്യത്തെ പുതിയ IT നിയമം അനുസരിച്ച് സർക്കാർ ആവശ്യപ്പെട്ടാൽ ഇതിലെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നാണ് വ്യവസ്ഥ. ആദ്യ സന്ദേശം അയച്ചയാളെ തിരിച്ചറിയുന്നതിന് നിയമത്തിന് വ്യവസ്ഥയുണ്ട്. ഇത് ചോദ്യം ചെയ്താണ് ഫേസ്ബുക്കും വാട്സാപ്പും കോടതിയെ സമീപിച്ചത്. കോൺഗ്രസ് MP വിവോ തൻഖയാണ് ഇതുമായി ബന്ധപ്പെട്ട രാജ്യസഭയിൽ ചോദ്യം ഉന്നയിച്ചത്. മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ ഓണാഘോഷത്തിന് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഒരുങ്ങുകയാണ്. ഓണാഘോഷത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സുവനീറിലേക്ക് എഴുത്തുകാരിൽ നിന്നും കഥ, കവിത, ലേഖനങ്ങൾ ക്ഷണിക്കുന്നു. ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത രചനകളാണ് അയക്കേണ്ടത്. രചനകൾ ISM ഫോമാറ്റിൽ ലഭിക്കേണ്ടതാണ്. അയക്കുന്ന കൃതികൾ പ്രസിദ്ധീകരിക്കുവാനുള്ള അനുമതി നൽകേണ്ടതാണ്. 2024 ഓഗസ്റ്റ് 3 രചനകൾ ലഭിക്കേണ്ട അവസാന തീയതി. കഥകൾ 4 പേജിലും ലേഖനങ്ങൾ 2 പേജിലും കൂടരുത്. രചനകൾ publishers24@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. UAEയിൽ ടയർ പൊട്ടിത്തെറിച്ചുണ്ടായ വാഹനാപകടങ്ങളുടെ ദൃശ്യങ്ങൾ പങ്കുവച്ച് അബുദാബി പോലീസ്. 2 വ്യത്യസ്ത അപകടങ്ങളാണ് 41 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഉള്ളത്. ആദ്യത്തെ 20 സെക്കൻഡിനുള്ളിൽ ഒരു മിനി വാൻ അതിവേഗം പാതയിലൂടെ മുന്നോട്ട് പോകുന്നത് കാണാം. പെട്ടെന്ന് ടയറുകൾ പൊട്ടി നിയന്ത്രണം വിട്ട് മറ്റൊരു കാറിലേക്ക് ഇടിക്കാൻ പോയെങ്കിലും വാഹനം തെന്നി മാറുകയായിരുന്നു. വാഹനത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ ഡ്രൈവർ ശ്രമിച്ചെങ്കിലും ടയർ പൊട്ടിയത് ശക്തമായതിനാൽ മിനി വാൻ ബാരിയറിൽ ഇടിച്ചു നിന്നു. രണ്ടാമത്തെ ക്ലിപ്പിൽ ഒരു മിനി ട്രക്ക് അതിന്റെ ടയറുകൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ വലത് ലൈനിലൂടെ പോയ ട്രക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒന്നിലധികം പാതകളിലൂടെ കടന്നു പോകുകയായിരുന്നു. ഒടുവിൽ തടസ്സത്തിൽ ഇടിക്കുകയും ചെയ്തു. ദുബായ് ആസ്ഥാനമായ കമ്പനിയുടെ ഖത്തർ ശാഖയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. 18 ഇന്ത്യക്കാരാണ് തട്ടിപ്പിന് ഇരയായത്. തിരുനെൽവേലി, കന്യാകുമാരി ജില്ലകളിലെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ബിരുദധാരികളായ യുവാക്കളാണ് ഇരകൾ. A1 വിസ നൽകി 4000 മുതൽ 7000 ഖത്തർ റിയാൽ ശമ്പളം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് 2 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ രൂപയാണ് ഇവരിൽ നിന്ന് തട്ടിയെടുത്തത്. HR മാനേജർ, ടൈം കീപ്പർ, HR അസിസ്റ്റന്റ് തുടങ്ങിയ ജോലികൾ ഒഴിവുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയാണ് സുമൻ പാൽതുറെ എന്ന തമിഴ്നാട് സ്വദേശിയാണ് ഇവരെ വലയിൽ വീഴ്ത്തിയത്. തട്ടിപ്പിന് ഇരയായവർ ഇപ്പോൾ ഖത്തറിലെ ഇന്ത്യൻ എംബസിയെ സമീപിച്ചിരിക്കുകയാണ്. സ്വന്തം നാട്ടുകാരനായാൽ പണം തട്ടിയെടുത്ത് 1 മാസം മുമ്പ് ഖത്തറിൽ എത്തിയ ഇവർ എംബസി അധികൃതരെ അറിയിച്ചു. ഖത്തറിൽ എത്തുന്നതിന് മുമ്പ് നേപ്പാളിൽ പോയി 2 മുതൽ 3 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടികൾ പങ്കെടുക്കുമെന്ന് വിസ തട്ടിപ്പ് നടത്തിയാൽ ഇവരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സ്വന്തം ചെലവിൽ നേപ്പാളിൽ എത്തിയ ഇവർ അവിടെ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയാണ് ദോഹയിൽ എത്തുന്നത്. എന്നാൽ തങ്ങൾക്ക് കാര്യമായ പരിശീലനങ്ങൾ ഒന്നും ലഭിച്ചിരുന്നില്ലെന്നും തങ്ങളെ കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ താമസിപ്പിച്ച് പരിശീലനം എന്ന പേരിൽ ചില കാര്യങ്ങൾ പറഞ്ഞു തരിക മാത്രമാണ് ചെയ്തതെന്നും തട്ടിപ്പിന് ഇരയായവർ പറഞ്ഞു. ഈ വർഷത്തെ ആദ്യ പകുതിയിൽ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദിൽ 43,79,258 സന്ദർശകരെത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 31% വർധനവാണിത്. ഇതിൽ 17,65,698 വിശ്വാസികൾ ഉൾപ്പെടും. ആദ്യ പകുതിയിൽ പള്ളിയിൽ ജുമാ നമസ്കരിച്ചവരുടെ എണ്ണം 1,49,666 ആണ്. പള്ളിയിൽ ദിവസേന പ്രാർത്ഥന നടത്തിയ വിശ്വാസികളുടെ എണ്ണം 3,48,573 6,17,458 പേർ റമസാനിലും 2 ഈദുകളിലും വിശ്വാസികൾ പള്ളിയിൽ പ്രാർത്ഥന നടത്തി. റമദാനിലെ 27-നാണ് മസ്ജിദിലെ ഏറ്റവും കൂടുതൽ ആരാധകരെത്തിയത്. 87,186 ആരാധകരാണ് ആ ദിവസം പള്ളിയിൽ പ്രാർത്ഥന നടത്തിയത്. 2 മില്യണിലധികം ഇഫ്താർ ഭക്ഷണം ഇവിടെ വിതരണം ചെയ്തു. ഏകദേശം 6,50,000 ഭക്ഷണം പള്ളിക്കുള്ളിൽ നോമ്പ് തുറക്കുന്നവർക്കും 1.5 ദശലക്ഷം ഭക്ഷണം അബുദാബിയിലെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിതരണം ചെയ്തു. റംസാനിലെ അവസാന 10 ദിവസങ്ങളിൽ 30,000 സുഹൂർ ഭക്ഷണവും കേന്ദ്രം വിതരണം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. Thank you.